നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശാരംഗപാണി എന്ന പേര് മലയാളത്തിൻ്റെ സിനിമാ പ്രേമികൾക്ക് അത്രയൊന്നും പരിചിതമാവില്ല. മലയാള സിനിമയുടെ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു വലിയ മനുഷ്യനാണ് ശാരംഗപാണി. 1960 ഉമ്മ എന്ന സിനിമ മുതൽ 1990 കടത്തനാടൻ അമ്പാടി എന്ന സിനിമയ്ക്ക് വരെ ഏതാണ്ട് 29ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുണ്ട്. കൂടുതലും ആലപ്പുഴയിലെ പ്രശസ്തമായ ഉദയ സ്റ്റുഡിയോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്കഥാ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കടന്നുപോയത്. കുഞ്ചാക്കോ മുതലാളിയാണ് അദ്ദേഹം തിരക്കഥാ ജീവിതത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്നത്. പ്രേംനസീറിൻ്റെയും സത്യൻ്റെയും വടക്കൻ പാട്ടുകൾ ഏറ്റവും അധികം സിനിമയാക്കിയിട്ടുള്ളതും ശാരംഗപാണിയാണ്. 1961 പുറത്തിറങ്ങിയ ഉണ്ണിയാർച്ച എന്ന സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ വടക്കൻ പാട്ട് സിനിമ. ഇന്ന് തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത് ഉണ്ണിയാർച്ച എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് പിന്നിലുള്ള കഥയും ഒപ്പം ശാരംഗപാണിയുടെയും കുഞ്ചാക്കോ മുതലാളിയുടെ ജീവിതവുമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി. ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി. ആലപ്പുഴയിൽ തൊഴിലാളി യൂണിയനുകൾ ശക്തമായിരുന്ന കാലം. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും രാജഭരണത്തിൻ്റെയും ഇടയിൽപ്പെട്ട് തൊഴിലാളികൾ ദുരിതമനുഭവിച്ചു കൊണ്ടിരുന്നു. അവർക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആശ്രയവും ആവേശവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ കണ്ടെത്തി അവരെ കൊണ്ട് നാടകങ്ങൾ എഴുതിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. അപ്പോഴാണ് ശാരംഗപാണി എന്ന തയ്യൽക്കാരൻ, അവിടെ അദ്ദേഹം ഒരു തുന്നൽ കട നടത്തുകയായിരുന്നു. അദ്ദേഹം നാടകങ്ങൾ എഴുതിക്കൊണ്ട് രംഗത്തെത്തുന്നത്. ആദ്യത്തെ നാടകം കോഴിക്കള്ളൻ മത്തായി എന്ന സരസ നാടകമായിരുന്നു. ഇത് തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. സ്വാതന്ത്ര്യത്തിൻ്റെ അലയൊലികൾ അവരുടെ മനസ്സിലേക്ക് കടത്തിവിട്ടു. അടിമ ജീവിതമല്ല എക്കാലത്തും ഭൂഷണമെന്ന് അവർ വിശ്വസിച്ചു തുടങ്ങി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ ശാരംഗപാണി വളർന്ന് വരുന്ന സമയത്താണ് ഉദയ സ്റ്റുഡിയോയിൽ നിന്നും ഒരു കോൾ ശാരംഗപാണിക്ക് വന്നു ചേരുന്നത്. നാടകമെഴുത്തിൽ സജീവമായപ്പോൾ തുന്നൽ പണി കുറഞ്ഞു. ശാരംഗപാണി കമ്മ്യൂണിസ്റ്റ് നേതാവായ ടി.വി. തോമസിനെ കണ്ടു. തനിക്കൊരു ജോലി വാങ്ങിത്തരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ റബ്ബർ ഫാക്ടറി എന്ന ആലപ്പുഴയിലെ പ്രശസ്തമായ സ്ഥാപനത്തിൽ ശാരംഗപാണിക്ക് ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഒരു ദിവസം സൗത്ത് ഇന്ത്യൻ റബ്ബർ ഫാക്ടറിയുടെ നടുമുറ്റത്ത് ഒരു ഷൂ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു കാർ വന്നു നിന്നു. ആലപ്പുഴയിലെ കുഞ്ചാക്കോ മുതലാളിയുടെ സ്റ്റുഡിയോയിലെ കാറാണ് സ്റ്റുഡി ബേക്കർ. ആ കാർ വന്ന് നിന്നിട്ട് അതിലെ ഡ്രൈവർ ഇറങ്ങി ശാരംഗപാണിയോട് പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വരണം, മുതലാളി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത ആശങ്കയാണ് അപ്പോൾ ശാരംഗപാണിക്കുണ്ടായത്. താൻ ഇതുവരെയും സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടില്ല, താൻ ഇതുവരെയും സിനിമ കണ്ടിട്ടില്ല, താൻ ഇതുവരെയും സിനിമയുമായി സഹകരിച്ചിട്ടില്ല. പിന്നെന്തിനാണ് മുതലാളിക്ക് തന്നെ കാണേണ്ടത്? നാടകമെഴുത്തിൻ്റെ പിൻബലം മാത്രമാണല്ലോ തനിക്കുള്ളത്. അദ്ദേഹം ആ കാറിൽ കയറി. അത് തന്നെ വല്ലാത്തൊരനുഭവമായിരുന്നു. ആ കാറിൽ കയറി കുഞ്ചാക്കോ മുതലാളിയുടെ ഉദയ സ്റ്റുഡിയോയിലെത്തി. സാധാരണഗതിയിൽ ഉദയ സ്റ്റുഡിയോ കുഞ്ചാക്കോ മുതലാളി ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒരുക്കത്തിന് ശേഷം മാത്രമേ സ്റ്റുഡിയോയിലെ തൻ്റെ ഓഫീസ് മുറിയിലേക്ക് വരികയുള്ളൂ. കുഞ്ചാക്കോ മുതലാളിയുടെ പുറത്ത് ആശങ്കാകുലനായി അങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ ബെൽ വരുന്നു. സെക്യൂരിറ്റി ലൂയിസ് അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റിവിട്ടു. ശാരംഗപാണിയുടെ മുഖത്തേക്ക് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നോക്കിക്കൊണ്ട് കുഞ്ചാക്കോ മുതലാളി പറയുകയാണ്, താങ്കൾക്ക് തിരക്കഥ എഴുതാൻ കഴിയുമോ എന്ന്. എന്തിൻ്റെ തിരക്കഥ എന്ന് അദ്ദേഹം ചോദിക്കാൻ നിന്നില്ല. അതിനു മുമ്പ് അടുത്ത ചോദ്യം വന്നു. സിനിമയുടെ തിരക്കഥ. മൊയ്തു പടിയത്തിൻ്റെ ഉമ്മ എന്ന കഥ ഞങ്ങൾ സിനിമയാക്കുകയാണ്. ഉമ്മയ്ക്ക് നിങ്ങൾ തിരക്കഥ എഴുതണം. തനിക്ക് തിരക്കഥ എഴുതാൻ അറിയില്ല എന്ന കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. വല്ലാത്തൊരു ദുനിയാവ് എന്ന നാടകം എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് ഉമ്മ എന്ന നോവലിന് തിരക്കഥ എഴുതാൻ കഴിയും എന്ന് മുതലാളി വളരെയേറെ കോൺഫിഡൻസോടുകൂടി ശാരംഗപാണിയോട് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. കാരണം തൻ്റെ സഹപ്രവർത്തകനായിരുന്ന സംവിധായകൻ ശശികുമാറാണ് തൻ്റെ പേര് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും നോവലിൽ കൈവയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉമ്മ എന്ന നോവൽ തിരക്കഥ എഴുതിക്കൊണ്ട് നോവലിന് തിരക്കഥാഭാഷ്യം രചിച്ചുകൊണ്ട് ശാരംഗപാണി ഉദയയുടെ പ്രവർത്തകരിൽ ഒരാളായി മാറുകയാണ്. അതോടുകൂടി മലയാളത്തിലൊരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ്. മലയാള തിരക്കഥയിൽ ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ്.
വെറുമൊരു തുന്നൽക്കാരനായ ശാർംഗപാണിയെ ശാരംഗപാണിയാക്കിയത് MC ചാക്കോ എന്ന കുഞ്ചാക്കോയാണ്. തൃശ്ശിനാപ്പള്ളിയിൽ ഒരു വലിയ കോളേജിൽ പഠനത്തിനായി മകനെ ചേർത്തെങ്കിലും തനിക്ക് പഠനത്തിൽ താല്പര്യമില്ലെന്നും കയർ ബിസിനസ്സിൽ അപ്പനോടൊപ്പം കൂടിയാൽ മതിയെന്നും പറഞ്ഞ് കുഞ്ചാക്കോ ആലപ്പുഴയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. പിന്നീട് അപ്പനോടൊപ്പം കയർ ബിസിനസ്സിൽ ഒപ്പം ചേർന്നെങ്കിലും സിനിമയോടായി പിന്നീട് കമ്പം. TV തോമസിനെയും TM വർഗീസിനെയും പോലുള്ള അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സിനിമാ കമ്പത്തിൽ ഇഞ്ചക്ഷൻ വെച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. വഴിച്ചേരിയിലുള്ള പൂപ്പള്ളി ടാക്കീസിൽ 2 രൂപയുടെ തറ ടിക്കറ്റ് എടുത്ത് അദ്ദേഹം സിനിമ കാണാനിരുന്നു. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളുമൊക്കെ തിയേറ്ററിൽ ഇരച്ചു കയറുന്നൊരു കാലം. അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിൽ കൊടുമ്പിരിക്കൊള്ളുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാളത്തിൻ്റേതായ ഒരു സിനിമ നിർമ്മിച്ചാൽ എന്തെന്ന ആഗ്രഹം കുഞ്ചാക്കോയിലുണ്ടാകുന്നത്. അങ്ങനെയാണ് വെള്ളി നക്ഷത്രം എന്ന സിനിമ 1949 കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് പിറക്കുന്നത്. അതൊരു പരാജയമായി മാറി. 1942 ഉദയ സ്റ്റുഡിയോ ആലപ്പുഴയിൽ സ്ഥാപിക്കുന്നത്. കുഞ്ചാക്കോ മലയാള സിനിമയുടെ ചരിത്രത്തോടൊപ്പം നടന്ന ആളാണെന്ന് പറയേണ്ടതില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമ്മ എന്ന ചിത്രത്തിൻ്റെ വിജയം ഉദയ സ്റ്റുഡിയോയിലാകെ നവോന്മേഷം പകർന്നു. പിന്നീട് സീത എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയെക്കുറിച്ചുള്ള ആലോചനകൾ മുറുകി. രാമരാജ്യം എന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് സീത എന്ന സിനിമ നിർമ്മിക്കുന്നത്. ഇതിൽ രാമൻ്റെ വേഷം പ്രേം നസീറാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രേം നസീർ രാമനായാൽ എങ്ങനെയെന്ന് ഒരു ചോദ്യം ഉയർന്നെങ്കിലും കുഞ്ചാക്കോ മുതലാളിക്ക് മറുത്തൊരു നിലപാടുണ്ടായിരുന്നില്ല. രാമനായി പ്രേം നസീർ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ രാമരാജ്യം സീതയായി മാറുന്ന സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് തികച്ചും യാദൃച്ഛികമായി ഉണ്ണിയാർച്ച എന്ന സിനിമയുടെ കഥ ശാരംഗപാണി കുഞ്ചാക്കോ മുതലാളിയോട് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വടക്കം പാട്ട് സിനിമയായി ഉണ്ണിയാർച്ച മാറുമെന്ന ബോധ്യമൊന്നും അപ്പോൾ ശാരംഗപാണിക്കുണ്ടായിരുന്നില്ല. കഥ കേട്ട ഉടനെ കുഞ്ചാക്കോ മുതലാളിയുടെ തീരുമാനം വന്നു, ഇത് മതി നമുക്കിപ്പോൾ സിനിമയാക്കേണ്ടത്. ആരോമൽ ചേകവരായി സത്യനെയും കുഞ്ഞിരാമനായി പ്രേം നസീറിനെയും ഉണ്ണിയാർച്ചയായി രാഗിണിയെയും തീരുമാനിച്ചു. പിന്നീട് വളരെ പെട്ടെന്ന് സിനിമയുടെ തിരക്കഥ രചനയിലേക്ക് കടക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു രസകരമായ സംഭവം ഉണ്ടായി. തകഴിയുടെ പ്രശസ്തമായ ചെമ്മീൻ എന്ന നോവൽ വിപണിയിലിറങ്ങിയ കാലം കുഞ്ചാക്കോ മുതലാളി നേരെ തകഴിയിലേക്ക് വച്ചു പിടിച്ചു. തനിക്ക് ചെമ്മീനിൻ്റെ റൈറ്റ് അവകാശം നൽകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ തകഴി അപ്പോൾ പറഞ്ഞു, രാമു കാര്യാട്ട് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ചെമ്മീൻ്റെ റൈറ്റ് മേടിച്ചുകൊണ്ട് പോയി. കുഞ്ചാക്കോ മുതലാളിയായ താൻ ചെമ്മീൻ്റെ റൈറ്റ് ചോദിക്കുമ്പോൾ തകഴിച്ചേട്ടൻ നൽകിയില്ല എന്നത് വലിയൊരു വിഷമമായി മാറി. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുഞ്ചാക്കോ മുതലാളി നേരെ ഉദയ സ്റ്റുഡിയോയിലേക്ക് വന്നു. ശാരംഗപാണിയെ അടുത്തേക്ക് വിളിച്ച്, ഉണ്ണിയാർച്ചയുടെ ഷൂട്ടിംഗ് എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് വളരെ പെട്ടെന്ന് നീലിസാലി എന്ന പേരിലൊരു മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹാസ്യ ചിത്രം നിർമ്മിക്കണം എന്ന തീരുമാനം അറിയിച്ചു. സീത, ഉണ്ണിയാർച്ച, അതിനിടയിൽ നീലിസാലി. ശാരംഗപാണി തീർത്തും അസഹ്യനായി. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് അസ്വസ്ഥതയൊന്നും ഉണ്ടായില്ല. അതിനൊരു കാരണമുണ്ട്. മുഴുനീള ഹാസ്യ നാടകങ്ങൾ എഴുതിയുള്ള പരിചയം ശാരംഗപാണിക്ക് മുമ്പുണ്ടായിരുന്നു. നീലിസാലി എന്ന സിനിമ കടലിൻ്റെ പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. കടലിൻ്റെ പശ്ചാത്തലത്തിൽ 2 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തമ്മിലുള്ള, അവിടുത്തെ കുട്ടികൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ് നീലിസാലി പറഞ്ഞത്. അതായത് ഏതാണ്ട് ചെമ്മീനിൻ്റെ മട്ടിലുള്ള ഒരു സിനിമ. ചെമ്മീൻ വളരെ സീരിയസ് ആയ സിനിമയാണെങ്കിൽ നീലിസാലി ബഹദൂറിനെ നായകനാക്കിയ ഒരു മുഴുനീള ഹാസ്യ ചിത്രമായിരുന്നു എന്ന് മാത്രം. 10-12 ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ചിത്രം പുറത്തേക്കിറങ്ങി. ചെമ്മീനിന് പകരം നീലിസാലി എന്ന പേരിലൊരു സിനിമ കുഞ്ചാക്കോ മുതലാളി നിർമ്മിച്ചിട്ടുണ്ടെന്ന കാര്യം മലയാള സിനിമയിൽ എത്ര പേർക്കറിയാം? വളരെ രസകരമായ ഒരു ചെറിയ ഈഗോ ഫൈറ്റിൽ നിന്ന് ഉണ്ടായതായിരുന്നു നീലിസാലി എന്ന സിനിമ. ശാരംഗപാണിയെ സത്യൻ തല്ലിയിട്ടുണ്ടത്രേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സത്യനെ സ്നേഹിക്കുന്നവർക്കും ശാരംഗപാണിയെ സ്നേഹിക്കുന്നവർക്കും വലിയൊരു വിഷമമാവും. സത്യൻ ആരെയും തല്ലുന്ന ആളല്ല. പക്ഷേ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പേരെ തല്ലേണ്ടി വന്നിട്ടുണ്ട്. കാരണം പോലീസിൽ അദ്ദേഹം സബ് ഇൻസ്പെക്ടറായിരുന്നു. ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിൽ ആരോമൽ ചേകവരാർ എന്ന ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന സത്യൻ്റെ മുമ്പിൽ സ്ക്രിപ്റ്റുമായി നിന്ന ശാരംഗപാണിയോട് സത്യൻ ചോദിക്കുകയാണ്, എവിടെയാണ് അങ്ങയുടെ വീട്? ആലപ്പുഴയിലാണ് വീടെന്ന് പറഞ്ഞപ്പോൾ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ താൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കാര്യം അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അറിയാമെന്ന് മാത്രമല്ല, ശാരംഗപാണി നേരെ പുറംതിരിഞ്ഞ് നിന്ന്, ഇവിടെ താങ്കൾ എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യം വല്ലാതെ ഞെട്ടിപ്പോയി. പുന്നപ്ര വയലാർ സമരകാലം അന്നായിരുന്നല്ലോ അദ്ദേഹം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ, ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നത്.
പുന്നപ്ര വയലാർ സമരകാലത്ത് ഒരുപാട് സഖാക്കളെ സത്യന് ദയാദാക്ഷിണ്യം കൂടാതെ തല്ലേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് അന്നത്തെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന ശാരംഗപാണി. സത്യൻ ശാരംഗപാണിയെ കെട്ടിപ്പിടിച്ചു. അന്ന് ഞാൻ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് താങ്കളെ തല്ലേണ്ടി വന്നത്. എന്നോട് താങ്കൾ ക്ഷമിക്കുകയില്ലേ എന്ന് സത്യൻ ചോദിച്ചു. ശാരംഗപാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ണിയാർച്ചയുടെ സ്ക്രിപ്റ്റ് ഇരിക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് ഇരുന്ന് വിറയ്ക്കുകയാണ്. വലിയൊരു നടൻ്റെ മുമ്പിൽ അദ്ദേഹം കണ്ണീരോടെ നിൽക്കുകയാണ്. അപ്പോൾ സത്യനോട് ശാരംഗപാണി പറഞ്ഞു, എനിക്കത് മനസ്സിലാവും സാർ, ഞാൻ താങ്കളുടെ അടിമയാണ്, താങ്കൾ എൻ്റെ സിനിമയുടെ തിരക്കഥാകൃത്താണ്, ആ തിരക്കഥാകൃത്ത് പറയുന്ന ഡയലോഗുകൾ അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം, സത്യൻ ശാരംഗപാണിയോട് പറഞ്ഞു. ഇതേ അനുഭവം തന്നെയാണ് പ്രേംനസീറിൽ നിന്നും ശാരംഗപാണിക്കുണ്ടായത്. തന്നെപ്പോലെ ഒരു സാധാരണ തുന്നൽക്കാരന് പ്രേംനസീറിനെ പോലെ ഒരു മഹാനടനിൽ നിന്നുണ്ടായ അനുഭവം പലവട്ടം ശാരംഗപാണി പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് പ്രേംനസീറും സത്യനുമൊക്കെ തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെയും തല കുമ്പിട്ടാണ് ബഹുമാനിച്ചിരുന്നത്. സിനിമയോടുള്ള സെല്ലുലോയിഡിനോടുള്ള ബഹുമാനമാണ് അവർക്ക് എക്കാലത്തും ഉണ്ടായിരുന്നത്. പ്രേംനസീറിൽ നിന്ന് ഒരുപാട് മധുരാനുഭവങ്ങൾ ശാരംഗപാണിക്കുണ്ടായിട്ടുണ്ട്. പ്രേംനസീറിൻ്റെ സ്നേഹം അത് വിവരണാതീതമാണല്ലോ. അദ്ദേഹം കെട്ടിപ്പിടിച്ചാണ് തിരക്കഥാകൃത്ത് എഴുതി വരുന്ന ഓരോ ഡയലോഗുകളും പറയുമ്പോൾ തിരക്കഥാകൃത്തിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചാണ് അഭിനന്ദിച്ചിരുന്നത്. താൻ എഴുതി വയ്ക്കുന്ന വരികൾ പ്രേംനസീറിൻ്റെയും സത്യൻ്റെയും വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ ആ തിരക്കഥാകൃത്തായ ശാരംഗപാണി അനുഭവിച്ച സന്തോഷവും അങ്ങനെ തന്നെയാണ്. രാഗിണിയുമായി ബന്ധപ്പെട്ട് സമാനമായൊരു അനുഭവം ശാരംഗപാണിക്കുണ്ടായിട്ടുണ്ട്. ശാരംഗപാണി രാഗിണിക്ക് ഉണ്ണിയാർച്ചയുടെ സ്ക്രിപ്റ്റ് കൈമാറുമ്പോൾ അവർ ശാരംഗപാണിയുടെ കാൽ തൊട്ടു തൊഴുതു. പിന്നീട് തൻ്റെ മൂത്ത മകളായ കലയെ ഡാൻസ് പഠിപ്പിച്ചതും രാഗിണിയാണ്. ഇങ്ങനെ പ്രേംനസീറിൻ്റെയും സത്യൻ്റെയും ജീവിതം, രാഗിണിയുടെയും ഒപ്പമുള്ള ജീവിതം, അതനുഭവിച്ച ആ പാഠങ്ങൾ പിൽക്കാലത്തും ശാരംഗപാണി അദ്ദേഹം വിവിധ ചലച്ചിത്ര മാസികകളിൽ എഴുതിയ അനുഭവങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയും തിരുവനന്തപുരത്തെ മെർലാൻഡ് സ്റ്റുഡിയോയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായി തുടങ്ങിയ കാലമായിരുന്നു അത്. മെർലാൻഡിൻ്റെ ക്രിസ്മസ് രാത്രി എന്ന സിനിമയുടെ അന്തർനാടകമായി ഉണ്ണിയാർച്ച എന്ന സിനിമയുടെ കഥ ഉപയോഗിച്ചു. ഉണ്ണിയാർച്ച എന്ന തങ്ങളുടെ സിനിമ മെർലാൻഡ് തങ്ങളുടെ ക്രിസ്മസ് രാത്രി എന്ന സിനിമയുടെ ട്രെയിലറായി കൊടുത്തു എന്ന് പരസ്യം ചെയ്തുകൊണ്ടാണ് ഇരുവരും തമ്മിൽ ഫൈറ്റായത്. രണ്ട് വലിയ ബാനറുകളായിരുന്നല്ലോ തിരുവനന്തപുരത്തെ മെർലാൻഡും ആലപ്പുഴയിലെ ഉദയയും. ഉണ്ണിയാർച്ചയുടെ വിജയത്തോടുകൂടി ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിലേക്ക് കത്തുകൾ പ്രവഹിച്ചു. ഇനിയും വടക്കം പാട്ട് അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ വേണം എന്നായിരുന്നു ആവശ്യം. അപ്പോഴാണ് ശാരംഗപാണിക്ക് ഒരു ചെറിയ സംശയം തോന്നിയത്. സിനിമ കയറ്റിറക്കങ്ങളുടെ കാലമാണല്ലോ, തനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? സൗത്ത് ഇന്ത്യൻ റബ്ബർ ഫാക്ടറിയിലുള്ള തൻ്റെ ജോലി നഷ്ടപ്പെടും, അതിനിട വരുത്തരുത്. അദ്ദേഹം ഉദയ സ്റ്റുഡിയോയോട് സലാം പറഞ്ഞ് സൗത്ത് ഇന്ത്യൻ ഫാക്ടറിയിലേക്ക് തിരികെ പോവുകയാണ്. കുഞ്ചാക്കോ മുതലാളി വലിയ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. അദ്ദേഹം ഉദയ സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുഞ്ചാക്കോ മുതലാളിയുടെ സെക്യൂരിറ്റി ലൂയിസ് ഒരു കത്ത് കൊണ്ടുവന്ന് ശാരംഗപാണിക്ക് കൊടുത്തു. ആ കത്ത് തുറന്നു നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന ഇപ്രകാരം: സിനിമ കയറ്റിറക്കങ്ങളുടെ കാലമാണ് സിനിമയിൽ, പക്ഷേ നിങ്ങൾ ഒരുപാട് നല്ല വടക്കൻ പാട്ട് സിനിമകൾ നിങ്ങൾക്ക് തിരക്കഥ എഴുതാൻ സാധിക്കും, നിങ്ങൾ ഉദയയിൽ തന്നെ തുടരണം. ശാരംഗപാണി ഇതൊരു വെളിപാട് പോലെ തോന്നി. ശാരംഗപാണി തിരികെ കുഞ്ചാക്കോ മുതലാളിയുടെ മുറിയിലേക്ക് ചെന്നു. കുഞ്ചാക്കോ മുതലാളി ശാരംഗപാണിയെ പ്രതീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ കസേരയിലിരിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തൻ്റെ ചിറ്റ് ബുക്കെടുത്ത് ശാരംഗപാണിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എഴുതൂ എന്ന് പറഞ്ഞു. ശാരംഗപാണി തൻ്റെ അടുത്ത വടക്കൻ പാട്ട് സിനിമയുടെ തലക്കെട്ട് ആ ചിറ്റ് ബുക്കിൽ എഴുതി. അതായിരുന്നു പാലാട്ട് കോമൻ. ഇങ്ങനെ മലയാള സിനിമയിൽ വടക്കൻ പാട്ടിൻ്റെ ഒരു ഉത്സവകാലത്തിന് തന്നെയാണ് ശാരംഗപാണി എന്ന തിരക്കഥാകൃത്ത് തുടക്കം കുറിച്ചത്. ഇതിലെല്ലാം പ്രേംനസീറും സത്യനുമൊക്കെ നിറഞ്ഞാടി. നമ്മളെല്ലാം ഇന്നും സ്നേഹത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണിതെല്ലാം. ഉണ്ണിയാർച്ചയുടെയും ശാരംഗപാണിയുടെയും കുഞ്ചാക്കോ മുതലാളിയുടെയും കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്തിലക്കം കാണുന്നതുവരെ നമസ്കാരം. ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി. ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച